ഹായ് ഫ്രണ്ട്സ്, റെസിപ്പീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഷുഗറുള്ള ആളുകൾക്കും വെയിറ്റൊക്കെ കുറക്കുന്ന ആളുകൾക്കൊക്കെ പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമുക്ക് ഈവനിങ്ങിൽ മാത്രമല്ല കേട്ടോ, ഇതിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അതുപോലെ തന്നെ ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടാനോ ഒക്കെ പറ്റുന്ന നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് ബോൾസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് നല്ല ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൂടെ മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. നമ്മൾ ഈ ഒരു സ്നാക്സ് ബോൾസ് തയ്യാറാക്കി എടുക്കുന്നത് ചാമ വെച്ചിട്ടാണ്, ലിറ്റിൽ മില്ലറ്റ്സ് വെച്ചിട്ട് കേട്ടോ. 250 ml കപ്പിന് 1 കപ്പ് ലിറ്റിൽ മില്ലറ്റ്സ് ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നല്ല ഹെൽത്തി ആയിട്ടുള്ളതും അതുപോലെ ഷുഗറുള്ള ആളുകൾക്കും വെയിറ്റൊക്കെ കുറക്കാൻ ആഗ്രഹമുള്ള ആളുകൾക്കൊക്കെ ഇത് വെച്ചിട്ട് എന്തെങ്കിലും റെസിപ്പി ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ നല്ല യൂസ്ഫുൾ ആവേ. അപ്പോൾ ഞാൻ ഈ ഒരു ബൗളിലേക്ക് ഇതൊന്ന് ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ. നമുക്കിത് കുറച്ച് ടൈം ഒന്ന് വെള്ളത്തിൽ നിന്ന് കുതിർത്തി എടുക്കണം. അതിന് ശേഷമാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് വാഷ് ചെയ്തെടുത്ത് നിറയൊക്കെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വരാം. അപ്പോൾ നിറയെ വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 5 മണിക്കൂർ ഒന്ന് കുതിർത്തി എടുക്കണം. അതിന് ശേഷം നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. ഇപ്പോൾ ഇതൊരു 5 മണിക്കൂറൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് ഒന്നുകൂടി ഒന്ന് വാഷ് ചെയ്തെടുത്ത് നമുക്കൊരു അരിപ്പയിൽ കൂടെ ഇട്ടിട്ട് ഒക്കെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ട് വരാം. അപ്പോൾ അതാ ഇത് ഞാൻ വെള്ളം ഈ അരിപ്പയിൽ കൂടെ അങ്ങ് ഇട്ടിട്ട് ആ വെള്ളം ഫുള്ളായിട്ടൊന്ന് കളഞ്ഞെടുക്കുകയാണേ. കുറച്ച് ടൈം ഇതുപോലെ ഇരിക്കട്ടെ, വെള്ളം മൊത്തമായിട്ട് അങ്ങ് ഉറ്റി പോവട്ടെ കേട്ടോ. ഇപ്പോൾ വെള്ളമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്തെടുക്കുക, ഞാൻ ഇതുപോലൊരു തട്ടിലോട്ടാണ് കേട്ടോ ഇത് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് ടൈം നമുക്കിതൊന്ന് ഒന്ന് ഉണക്കിയെടുക്കണം. ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. വല്ലാണ്ട് അങ്ങ് ഉണങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോയിട്ട് ഒന്ന് അങ്ങനെ ഉണങ്ങി കിട്ടിയാൽ മതി. അപ്പോൾ ഞാൻ കുറച്ച് ടൈം ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് ഫാനിൻ്റെ ചോട്ടിലോ അല്ലാന്നുണ്ടെങ്കിൽ വെയിലിലോ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. അപ്പോഴേക്കും നമുക്കിതൊന്ന് ഉണങ്ങിയിട്ട് കിട്ടുക. എന്താ ഞാൻ ഒരു മണിക്കൂറൊക്കെ വെച്ചപ്പോഴേക്കിന് ആ ഒരു വെയിൽ തട്ടിയിട്ട് ഇതുപോലെ നല്ല പോലെ ഡ്രൈ ആയി ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണേ. അപ്പോൾ അതായത് ഇതുപോലെ നന്നായിട്ട് നല്ല നൈസായിട്ടുള്ള പൊടിയാക്കിയിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇത് തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ സ്റ്റൗവിൽ ഇതാ ഒരു 1.5 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ള ഈ ഒരു പാനിലേക്ക്. അപ്പോൾ നമ്മൾ 1.5 കപ്പ് പൊടിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. 1 കപ്പ് നമ്മൾ ആ ഒരു മില്ലറ്റ്സ് പൊടിച്ചെടുത്തപ്പോൾ 1.5 കപ്പ് പൊടിയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അതേ അളവിലാണ് വെള്ളം എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി അതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, സൺഫ്ലവർ ഓയിലും കൂടെ. ഇനി വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ഇതാ വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു പൊടിച്ചെടുത്തിട്ടുള്ള പൊടി ഉണ്ടല്ലോ, അത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ അങ്ങ് ഒന്ന് തട്ടി കൊടുക്കുക കേട്ടോ അതിലേക്ക്. അതിന് ശേഷം വേഗത്തിൽ തന്നെ നമ്മളിതുപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. പെട്ടെന്ന് അങ്ങ് സെറ്റായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഫ്ലെയിം സിമ്മിലോട്ട് മാറ്റിയിട്ട് ഇതുപോലെ പെട്ടെന്ന് അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കണേ. ആ ഒരു 1.5 കപ്പ് പൊടിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിക്ക് തന്നെയാണ് കേട്ടോ നമ്മൾ എടുക്കേണ്ടത്. അതിൻ്റെ ഇരട്ടിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇത് തന്നെ അതിലേക്ക് കറക്റ്റായിട്ട് വരും. അപ്പോൾ കുറച്ച് ടൈം ഇതുപോലെ മിക്സ് ചെയ്ത് നിൽക്കുമ്പോഴേക്കും അത് നല്ല ടൈറ്റായിട്ട് നമ്മൾ ആ ഒരു പാനിൽ ഇങ്ങനെ വിട്ട് വരുന്ന രൂപത്തിൽ തന്നെ ആയിട്ട് വരിക. നമുക്ക് കുഴച്ചെടുക്കാനൊക്കെ പറ്റുന്ന ആ ഒരു പരുവത്തിലായിട്ട് കിട്ടും. അപ്പോൾ അത് നന്നായിട്ട് ഇതുപോലെ കണ്ടില്ല ഇങ്ങനെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് ചെയ്തെടുത്താൽ മതി. നല്ല കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ഇതിപ്പോൾ ഷുഗറുള്ള ആളുകൾക്കും വെയിറ്റ് കുറക്കുന്ന ആളുകൾക്കൊക്കെ ഈ ഒരു ചാമ വെച്ചിട്ടുള്ള റെസിപ്പീസ് ഉണ്ടാക്കി കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. വെയിറ്റ് കുറയാനും അതുപോലെ ഷുഗറിൻ്റെ അളവൊക്കെ കൺട്രോൾ ചെയ്ത് പോകാനൊക്കെ നല്ലതാണ്. അപ്പോൾ അതുപോലെ മിക്സ് ചെയ്ത് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഒരു ട്രേയിലേക്ക് ഇതങ്ങ് മാറ്റിയിട്ട് എടുക്കുകയാണ് കേട്ടോ. ഇനി ഒരു നേര് ചൂടോട് കൂടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്നങ്ങ് തണിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണേ. അപ്പോൾ ഏകദേശം ഒന്ന് തണിഞ്ഞ് വന്നപ്പോൾ ഞാൻ കൈവച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ അങ്ങനെ കുഴച്ചെടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ആയിട്ട് വരും കേട്ടോ. നമ്മളൊന്ന് വാട്ടിയെടുത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ അങ്ങ് കുഴഞ്ഞിട്ട് കിട്ടുക. പതുക്കെ അതുപോലെ മിക്സ് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ അതുപോലെ നല്ല പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ആക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ വേണം നമ്മൾ കുഴച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ അതുപോലെ ചെയ്തെടുത്താൽ മതിയേ.
ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറഞ്ഞ പോർഷൻ എടുത്തിട്ട് ചെറിയ ബോൾസ് ആക്കിയിട്ട് ഒന്ന് ഉരുട്ടിയിട്ട് എടുക്കണം കേട്ടോ. കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് ഒന്ന് ഉരുട്ടിയിട്ട് എടുക്കണേ. കണ്ടില്ലേ, ഈ ഒരു സൈസിലാണ് ഞാനിതൊന്ന് ഉരുട്ടി എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത്രയും വലിപ്പം മതി, ഇതിനെക്കാട്ടും വലുതാവരുത് കേട്ടോ. കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ടാണ് വേണ്ടത്. ഇനി എല്ലാം ഇതുപോലെ ഒന്ന് ഉരുട്ടിയിട്ട് എടുക്കണേ. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ആക്കാം കേട്ടോ. ഇതുപോലെ ബോൾസ് ആക്കി എടുക്കണമെന്നൊന്നും നിർബന്ധമില്ല. നീളത്തിൽ ആക്കിയിട്ട് അങ്ങനെയാണെങ്കിൽ ആക്കിയെടുക്കാം, വല്ല കുഞ്ഞു കുഞ്ഞു പത്തിരി പോലെ ആക്കിയിട്ടാണ് അങ്ങനെ ആക്കിയെടുക്കണമെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തെടുക്കാം. ഏത് രീതിയിലും ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ടാണ് എടുക്കുന്നത് കേട്ടോ. ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഇതുപോലെ ചെയ്തെടുത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തിയാണ്, അവർ കഴിക്കുകയും ചെയ്യും അതിൻ്റെ ആ ഒരു ഇത് കാണുമ്പോൾ. അപ്പോൾ അതെല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്, കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം കേട്ടോ. സ്റ്റീം ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല, ഒന്ന് സ്റ്റീം ചെയ്തിട്ട് മാറ്റി വെക്കുകയാണേ. ഇനി നമ്മൾ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ സ്റ്റൗവിൽ ഒരു പാൻ വെച്ച് ചൂടാക്കി എടുത്തതിലേക്ക് 2 ടീസ്പൂണ് വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കടുകൊന്ന് പൊട്ടിയിട്ട് വരട്ടെ. കടുകൊന്ന് പൊട്ടി വന്നാൽ പിന്നെ അതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് ചെറിയ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂണ് പൊട്ടുകടലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്നങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കുകയാണേ. അതൊന്ന് റോസ്റ്റ് ആയിട്ട് വന്നാൽ ഒരു 3-4 വെളുത്തുള്ളി ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതും, അതുപോലെ തന്നെ 2-3 വറ്റൽമുളക് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്, അതുപോലെ തന്നെ 2 തണ്ട് കറിവേപ്പിൻ്റെലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കണേ അതെല്ലാം കൂടെ. അതൊന്നങ്ങ് റോസ്റ്റ് ആയിട്ട് എടുത്താൽ ഇനി നമ്മൾ അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു മീഡിയം സൈസുള്ള വലിയ ഉള്ളി ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അത് ഞാനങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കണേ അതെല്ലാം കൂടെ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കൈവിടാണ്ട് നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയിട്ട് എടുത്താൽ മതി. ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നാൽ പിന്നെ അതിലേക്ക് 1 ടീസ്പൂണ് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അടുത്ത് കണ്ട് മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ അടുത്ത് കണ്ട് തന്നെ ഗരം മസാലയും, പിന്നെ അതാ 1/2 ടീസ്പൂൺ ഉപ്പിട്ടാൽ മസാലയിലേക്ക് വേണ്ട ഉപ്പ് മാത്രം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയേ. ബാക്കിയിൽ നമ്മൾ ഓൾറെഡി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം കൂടെ അതിൻ്റെ ഒരു പച്ച ചുവപ്പ് ഒന്ന് വരെ കുറച്ച് ടൈം നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയിട്ടെടുക്കാം. അപ്പോൾ അതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആവിയൊക്കെ കയറ്റി എടുത്തിട്ടുള്ള ഈ ഒരു ബോൾസ് ഉണ്ടല്ലോ അതങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് അതെല്ലാം കൂടെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ആവി കയറ്റിയതുകൊണ്ട് തന്നെ പെട്ടെന്നങ്ങ് ഉടഞ്ഞു പോകുന്നില്ല കേട്ടോ. ഇനി അധികം വേവിച്ചെടുക്കാനൊന്നുമില്ല, എന്താ വെച്ചാൽ ഓൾറെഡി അതിൻ്റെ വേവൊക്കെ കഴിഞ്ഞതാണ്. ഒരു 2-3-4 മിനിറ്റ് നന്നായിട്ട് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് ചെയ്തെടുത്താൽ മതി. അതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് ആ ഒരു മസാലയൊക്കെ ആ ഒരു ബോൾസിലൊക്കെ ഒന്ന് പിടിച്ച് വന്നാൽ മാത്രം മതി കേട്ടോ. നന്നായിട്ട് ഇതുപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കണേ. അപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ആ മസാലയൊക്കെ ആ ബോൾസിലൊക്കെ നല്ല പോലെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിപ്പോൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ. അവർ സ്നാക്സ് ബോൾസിൽ കൊടുത്തു വിടാനും, അതുപോലെ തന്നെ ഇപ്പോൾ വെയിറ്റ് കുറക്കാൻ ആഗ്രഹമുള്ള ആളുകൾക്കും ഷുഗറുള്ള ആളുകൾക്കൊക്കെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ നല്ലതാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കി നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാകുന്ന നല്ലൊരു സ്നാക്സ് ബോൾസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ തയ്യാറാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്. Thank you. Assalamu alaikum.